മാനവേദൻ സ്കൂളിൽ 18.5 കോടി രൂപ ചെലവിട്ട സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നിർമ്മിച്ച സ്റ്റേഡിയം കൈമാറാത്തത് സംബന്ധിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ച് ആര്യടൻ ഷൗക്കത്ത് എംഎൽഎ. സർ, ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നടത്തുന്ന ഈ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷൻ നടത്തുന്ന കിറ്റ്കോയാണ്. പക്ഷെ പലപ്പോഴും ഈ രണ്ട് സ്ഥാപനം തമ്മിൽ യാതൊരു കോർഡിനേഷനും ഇല്ലാത്ത രൂപത്തിലാണ്. നിലമ്പൂരിൽ 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടന്ന സ്റ്റേഡിയം ഇപ്പോഴും ആ സ്റ്റേഡിയം കൈമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇത് ആരാണിത് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് സ്കൂളിനും കൊടുക്കുന്നില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ മുനിസിപ്പാലിറ്റിക്കും കൈമാറുന്നില്ല. ഈ കാര്യത്തിൽ കൃത്യമായി മെയിൻ്റനൻസ് നടത്താൻ കഴിയുന്ന ഒന്നുകിൽ സ്കൂൾ നടത്തുക, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നടത്തുക. ഇതിൽ കൃത്യമായൊരു തീരുമാനമില്ലെങ്കിൽ ആ സ്റ്റേഡിയം നശിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് കൈമാറാനുള്ള നടപടി കൂടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മിനിസ്റ്റർ, 18.5 കോടി രൂപ ചെലവിട്ട സ്റ്റേഡിയത്തിന്റെ നിർവഹണ ഏജൻസി കിറ്റ്കോയാണ്. എന്നാൽ ഇതുവരെയായി സ്റ്റേഡിയത്തിന്റെ നടത്തിപ്പ് അവകാശം ആർക്കും നൽകിയിട്ടില്ല. നിലമ്പൂർ നഗരസഭയ്ക്കോ അതല്ലെങ്കിൽ സ്കൂളിനോ സ്റ്റേഡിയം കൈമാറിയിട്ടില്ല. അറ്റകുറ്റപ്പണികൾ അടക്കം നടത്തി പരിപാലിച്ചില്ലെങ്കിൽ സ്റ്റേഡിയം നശിച്ചു പോകുവാൻ ഇടയുണ്ട്. അതിനാൽ സ്റ്റേഡിയത്തിന്റെ പരിപാലനവും നടത്തിപ്പും കൈമാറുവാൻ നടപടിയെടുക്കണമെന്നും ആര്യാടൻ ഷൗക്കത്ത് ആവശ്യപ്പെട്ടു. ഇക്കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്ന് സ്പോർട്സ് യുവജനക്ഷേമ മന്ത്രി OJ ജനീഷ് മറുപടി നൽകി. ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച വിഷയം പ്രത്യേകമായി പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. SS Gold, Pure Gold. SS Group, Nilambur.